ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടിയും ക്യാരറ്റൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളാണിത് തയ്യാറാക്കിയെടുക്കാൻ, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ചൂടുള്ള സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി വേണം. ഞാനിവിടെ 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും പൊടി നമുക്ക് വേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് കുറച്ച് വറുത്ത് വെക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലതുപോലെ വറുത്തെടുക്കണം. ഗോതമ്പ് പൊടിയുടെ നിറമൊക്കെ മാറി വരും, അതേപോലെ തന്നെ നല്ലൊരു മണവും വരും. ആ ഒരു സമയം വരെ നമുക്കിത് വറുത്തെടുക്കാം. തീ ഒട്ടും തന്നെ കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നല്ലതുപോലെ ഇത് വറുത്തെടുക്കണം. അപ്പം ഞാനിത് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഗോതമ്പ് പൊടിയുടെ നിറമൊക്കെ മാറി നല്ലതുപോലെ ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഇനി ഈ പൊടി നല്ലതുപോലെ തണുക്കണം. അപ്പോൾ നമുക്ക് ഈ പൊടി ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഈ ഡ്രിങ്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 10 ബദാം എടുത്തിട്ടുണ്ട്. ബദാമിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുത്തതാണ്. കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ ബദാമിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ ഇളക്കി മാറ്റാൻ പറ്റും. പിന്നെ ഒരു ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ആ വേവിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം, അത് കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലോട്ട് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഈ പാല് ഫ്രീസറിൽ വെച്ച് എടുത്ത പാലാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുക്കുന്ന പാലാവുമ്പോൾ നല്ല ക്രീമി ആയിട്ടിരിക്കും ഈ ഡ്രിങ്ക്. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും ചേർക്കാം. കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ബദാമും ക്യാരറ്റൊക്കെ നല്ലതുപോലെ അരിയുന്നത് വരെ നമ്മൾ അടിച്ചെടുക്കണം. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അങ്ങനെ തന്നെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നല്ലതുപോലെ അരച്ചെടുക്കണം, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കട്ടയൊക്കെ ഇങ്ങനെ കാണും. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. പ്രത്യേകിച്ച് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്